അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ്, ഫിനാൻസിൻ്റെ പൊതുവിഷയങ്ങൾ സംബന്ധിച്ചാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ നാളെ ഡൽഹിയിൽ കേന്ദ്ര ധനകാര്യമന്ത്രി, സംസ്ഥാന ധനകാര്യമന്ത്രിമാരുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. അത് പ്രീ ബഡ്ജറ്റ് മീറ്റിംഗാണ്. ആ ബഡ്ജറ്റിൻ്റെ മീറ്റിങ്ങിന് ഞങ്ങൾ പോകുന്നുണ്ട്. അത് അവിടെ പറയേണ്ട കാര്യങ്ങളെല്ലാം പറയും, സാധാരണ നമ്മുടെ ഡിമാൻഡുകൾ. ഇപ്പം നമ്മുടെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ, ഇതെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെയും കൂടി ആവർത്തിക്കുന്ന കാര്യമാണ്, കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ടതാണെന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ കേരളത്തിന് സാമ്പത്തികമായി വലിയൊരു ഉപരോധം തീർക്കുന്ന സ്ഥിതി തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും ഒടുവിൽ അത് രൂക്ഷമായത്, നമുക്ക് ഈ വർഷം ആകെ എടുക്കാവുന്ന ബോറോയിങ് സ്പേസിൽ അവസാനത്തെ ഒരു 3 മാസക്കാലം, നമ്മുടെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഈ 3 മാസക്കാലം 12,000 കോടിയോളം രൂപയാണ് നമുക്ക് കിട്ടേണ്ടത്. അത് നേരെ പകുതി 5,900-ലധികം വെട്ടിക്കുറച്ച് പകുതി താഴെ ഇപ്പോൾ നമുക്ക് കിട്ടുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ 3 മാസത്തെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ഈ വർഷം ആകെ എത്രയാണ് വെട്ടിക്കുറച്ചതെന്നുള്ളത് അറിയണം. ഈ വർഷം 17,000 കോടി രൂപയിലധികം, ഇതോടെ വരുമ്പോൾ 17,000 കോടി രൂപയിലധികം ഈ വർഷം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച തുക കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടാതെ വേറെ കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ പൊതുവായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്ന കണക്കുകളിൽ നിന്നും കുറച്ച് GDPയും GSTPയും കണക്കാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കുറവുണ്ട്. അത് 4,250 കോടിയോളം കുറവ് വരും. ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ അവിടെ വീണ്ടും ശ്രദ്ധപ്പെടുത്തിയതാണ്. ഈ 17,000 കോടി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് നേരത്തെ തന്നെ കിഫ്ബിയും പെൻഷൻ കമ്പനി എടുത്തെന്ന് പറഞ്ഞിട്ട് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന നിലയിൽ മുമ്പെടുത്ത കടത്തിന് ഈ വർഷത്തെ നമ്മൾ ചിലവാക്കേണ്ടത് 4,700 കോടി കുറയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ 50-60 വർഷമായിട്ടെടുത്ത കൊടുത്തിട്ടുള്ള ഗ്യാരണ്ടി ഉണ്ട്, സർക്കാർ ഗ്യാരണ്ടി കൊടുക്കും പലതിനും. അതിന് ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ടിന് ഫണ്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അതിന് 5 വർഷം കൊണ്ട് ഫണ്ട് ഉണ്ടാക്കണമെന്ന് റിസർവ് ബാങ്ക് പറഞ്ഞേക്കുന്നത്. ഒറ്റ വർഷം കൊണ്ട് എടുക്കേണ്ട പണം മൊത്തം വെട്ടിക്കുറച്ച് 3,300 കോടി അതും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4-8 ഇതുകൂടാതെ 1922 കോടി നമ്മൾ സുപ്രീം കോടതി കേസ് പറഞ്ഞ് നമ്മൾ പറഞ്ഞ കണക്ക് അനുകൂലമാണെന്ന് തന്ന പണമുണ്ട്, അതും കുറച്ചു. ഇതുകൂടാതെ GSTP, IGSTയുടെ കണക്കിൽ ചില തെറ്റുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്, നമ്മുടെ തെറ്റല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുള്ളിൽ നിന്ന് ആകെ ചില സ്റ്റേറ്റുകൾ വിഡ്രോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 965 കോടി നമുക്ക് കുറച്ചു, പല സ്റ്റേറ്റിനും കുറച്ചു. ഇതെല്ലാം കൂടെ വരുമ്പം 11,000 കോടിയായി. ആ 11,000 കോടിയുടെ കൂടെ ഏറ്റവും അവസാനം ഈ ഫൈനൽ ഓവറുകളിൽ നിയമവിരുദ്ധമായിട്ടുള്ള കളി നടത്തുന്നു എന്ന് പറയുന്ന പോലെയാണ്. ഏതൊരു കളി നിയമത്തിൽ